വാണിയ സമുദായ സമിതിയുടെ നേതൃത്വത്തിൽ 2024 SSLC +2 CBSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് തുടങ്ങിയ പ്രക്രിയയാണ് നമ്മുടെ SSLC +2 CBSE കുട്ടികൾക്കുള്ള മുത്തോട്ടംബിക പ്രതിഭാ പുരസ്കാരം കൊടുത്തു വരുന്നുള്ള പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ മാസം, അതായത് നവംബർ മാസത്തിൽ പയ്യന്നൂരിൽ വെച്ച് നടന്നു. ഏകദേശം 124 കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർ പുരസ്കാരം ഏറ്റുവാങ്ങുകയുണ്ടായി, മുത്തോട്ടംബിക പ്രതിഭാ പുരസ്കാരം. അതിനുശേഷം ഇതിൻ്റെ രണ്ടാം ഘട്ടം കാഞ്ഞങ്ങാട് ഫോർട്ട് ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കഴിഞ്ഞ ഡിസംബർ 14 അവിടെയും ഇതുപോലെ സംഗമം നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ വന്ന് 84ഓളം കുട്ടികളന്ന് ഈ മുത്തോട്ടംബിക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പോൾ ഇതിന്റെ അവസാന ഘട്ടം, ഇതിന്റെ സമാപന ഘട്ടം നിലയിലാണ് നമ്മളിപ്പോൾ പെരളശ്ശേരിയിൽ ഈ ശനിയാഴ്ച 8-ാം തീയതി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തലശ്ശേരി, കണ്ണൂർ, ഇരിട്ടി താലൂക്കിലെ 75-ൽ പരം കുട്ടികളെയാണ് പെരളശ്ശേരി പുതിയകാവ് മുച്ചിലോട്ടിൽ വെച്ച് ഫെബ്രുവരി 8 ശനിയാഴ്ച വൈകുന്നേരം 3:30 മുച്ചിലോട്ടംബിക പ്രതിഭാ പുരസ്കാരവും ചന്ദ്രോത്ത് രാമകൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് എൻറോൾമെന്റും നൽകി ആദരിക്കുക എന്ന് സംഘാടകർ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഇതിന്റെ ട്രസ്റ്റ്, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ ചന്ദ്രോത്ത് രാമകൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് എൻഡോമെന്റ് അത് ആ കുടുംബം ഏർപ്പെടുത്തിയാണ്. ചെയർമാൻ ചന്ദ്രോത്ത് രാമകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ വകയായിട്ട് ഈ കുട്ടികൾക്കൊക്കെ ഒരു എൻഡോമെന്റും കൂടെ അന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അപ്പോൾ അതാണ് ഇതുമായിട്ട് നമ്മുടെ MLA സുമേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ മറ്റു വിശിഷ്ടാദികളൊക്കെ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളൊക്കെ അന്നത്തെ യോഗത്തിൽ സംബന്ധിക്കും. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം KV സുമേഷ് MLA നിർവഹിക്കും. സംഘാടകരായ ചന്ദ്രൻ നാലാപ്പാടം, ഷിബു പാതിരിയാട്, V നാരായണൻ, ലിബിൻ കല്യാൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.